മുംബൈയിൽ പണം ഇരട്ടിപ്പിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് 20 ലക്ഷം രൂപ തട്ടി. പൂജ നടത്തി പണം ഇരട്ടിപ്പിക്കാമെന്ന വ്യാജ മന്ത്രവാദിയുടെ തട്ടിപ്പിന് ഇരയായതൊരു അഭിഭാഷകനാണ്. ശ്രീനാഥ് മുംബൈയിൽ ചെയ്യുന്നു. ശ്രീനാഥ്, ഉള്ള പണം അത് ഇരട്ടിപ്പിക്കാമെന്ന് പറഞ്ഞ് തട്ടിപ്പിനിരയായത് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയുന്ന നിയമപരിജ്ഞാനമുള്ള അഭിഭാഷകനും. വിവരങ്ങൾ. തീർച്ചയായും സുഹേൽ, ഇത്തരം പല തട്ടിപ്പുകളും കോടതിയിൽ വാദിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഈ കേസുകളെ കുറിച്ച് ബോധമുണ്ടാവേണ്ടതോ ആയ ആളാണ് ഒരു അഭിഭാഷകൻ. അത്തരമൊരു അഭിഭാഷകനാണ് ഇത്തരമൊരു തട്ടിപ്പിൽ ചെന്ന് പെട്ടത്. മീര റോഡിൽ താമസിക്കുന്ന ധർമ്മവീർ ത്രിപാഠി എന്ന വ്യക്തിയാണ്, അഭിഭാഷകരാണ് തട്ടിപ്പിന് ഇരയായത്. ഇദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് കാശിയിലേക്ക് ഒരു തീർത്ഥയാത്ര പോയിരുന്നു. അവിടെ വെച്ച് ഒരു സന്യാസിയെ പരിചയപ്പെടുന്നു. അയാളും ഈ തട്ടിപ്പിന്റെ ഭാഗമാണ് എന്ന് വേണം നമുക്ക് കരുതാൻ. അദ്ദേഹമാണ് പ്രേം സിംഗ് എന്നു പേരുള്ള ഒരു വ്യക്തിയെ, ഒരു കള്ളസ്വാമിയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. പിന്നീട് പ്രേം സിംഗിൽ നിന്ന് പലതരം അഡ്വൈസുകൾ, ഉപദേശങ്ങളൊക്കെ തന്നെ ഇയാൾ സ്വീകരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് തനിക്ക് പണം ഇരട്ടിപ്പിക്കാനുള്ള കഴിവുണ്ട്, പ്രത്യേക ശക്തി തനിക്കുണ്ട് എന്ന് ഈ പ്രേം സിംഗ് ധർമ്മവീറിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നത്. ഈ വാഗ്ദാനം വിശ്വസിച്ചാണ് 20 ലക്ഷം രൂപയുമായി ഈ മീര റോഡിലുള്ള ഈ അഭിഭാഷകൻ നവി മുംബൈയിലെ ബേലാപ്പൂരിലെ ഒരു ഫ്ളാറ്റിലേക്ക് ചെല്ലുന്നത്. അവിടെ വെച്ച് പൂജ നടക്കും എന്നതായിരുന്നു ഈ പ്രേം സിംഗ് പറഞ്ഞിരുന്നത്. ധർമ്മവീറും ഭാര്യയും മകനും അടക്കമുള്ളവരാണ് പണമടങ്ങിയ ബാഗുമായി ഈ ഫ്ളാറ്റിൽ ചെല്ലുന്നത്. അവിടെ ദൈവങ്ങളുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ പണം വെച്ച ശേഷം പൂജാകർമ്മങ്ങളൊക്കെ തുടങ്ങുന്നു. ഈ സമയം ആരും അടുത്തുണ്ടാവരുതെന്ന് പറഞ്ഞ് ധർമ്മവീറിനെയും ഭാര്യയും മകനെയും ഒക്കെ ഈ ഫ്ളാറ്റിലെ മറ്റൊരു മുറിയിൽ ആക്കുകയായിരുന്നു. അവിടെ വെച്ച് 15 മിനിറ്റോളം മന്ത്രോച്ചാരണം നടത്താൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്യും. ഈ 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പുറത്തിറങ്ങി വന്നപ്പോഴാണ് അവിടെ പണവുമില്ല, സ്വാമിയുമില്ല എന്ന കാര്യം ധർമ്മവീറിന് മനസ്സിലായത്. ഇതൊരു തട്ടിപ്പാണെന്ന് ബോധ്യപ്പെടുകയും പിന്നീട് പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. ഈ ഫ്ളാറ്റ് ഉടമയെയും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സ്വാമിക്കായി ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നു. സുഹൈൽ, എന്തായാലും കയ്യിലുള്ള 20 ലക്ഷം രൂപ 40 ലക്ഷം രൂപയാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. കയ്യിലെ 20 ലക്ഷവും പോയി. ഈ പണം ഇരട്ടിപ്പിക്കാനുള്ള കഴിവൊക്കെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അയാൾ അത് സ്വന്തം നിലയ്ക്ക് ചെയ്യില്ലേ, മറ്റുള്ളവരെ സഹായിക്കാൻ നിൽക്കുമോ എന്ന യുക്തിക്ക് നിരക്കുന്ന ഒരു ചോദ്യം സ്വയം ചോദിച്ചാൽ നിന്നുപോലും ഇത്തരം തട്ടിപ്പുകൾ നമുക്ക് മാറി നിൽക്കാനാവും. ഇനിയെങ്കിലും ഇത്തരം തട്ടിപ്പുകൾ പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നത് മാത്രം.